Very good morning to one and all, and warm welcome to our 46th online class. Fourth module in the last chapter, that is chapter 12, return എന്ന് പറയുന്ന topic ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് GSTയുടെ ഓരോ സെഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണെങ്കിലും അതിൽ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ടൈം ഓഫ് ദ ഡിറ്റർമിനേഷൻ അത് പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വാല്യൂ ഓഫ് ദി സപ്ലൈയും അതുപോലെ തന്നെ ടൈം ഓഫ് ദ സപ്ലൈയും നമ്മൾ ഡിറ്റർമിൻ ചെയ്തിരുന്നത്. അപ്പോൾ എന്തിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്? ഇൻവേർഡ് സപ്ലൈ എത്രയുണ്ട്, ഔട്ട്വേർഡ് സപ്ലൈ എത്രയുണ്ട്, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റിട്ടേൺ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ആക്ടിവിറ്റീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സപ്ലൈ നടന്നിട്ടുണ്ട്, അത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും അതൊരു അഡ്മിനിസ്ട്രേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്തായിട്ട് പറയുന്നത്? റിട്ടേൺ ആയിട്ട് പറയുന്നത്. ഇനി ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഈ കളക്ഷൻ ഓഫ് ദ ടാക്സ് എങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യുന്നത്, അതിനോട് അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണോ ഫർണിഷ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന 3 റിട്ടേൺ ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സെക്ഷൻ 37, സെക്ഷൻ 38 ആൻഡ് സെക്ഷൻ 39 പ്രകാരമുള്ള എന്തൊക്കെയാണ് റിട്ടേൺ. സെക്ഷൻ 37 ആണെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈയുടെയും, സെക്ഷൻ 38 ആണെങ്കിൽ ഇൻവേർഡ് സപ്ലൈയുടെയും, സെക്ഷൻ 39 ആണെങ്കിൽ ഇൻവേർഡ് ഔട്ട്വേർഡ് സപ്ലൈ, അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് പേയബിൾ, ടാക്സ് കളക്റ്റഡ്, അത്രയാണ് സെക്ഷൻ 39 പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 12 റിട്ടേൺസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ പഠിക്കണം, എന്താണ് റിട്ടേൺ എന്നുള്ളതും എപ്പോഴൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതും ഏതൊക്കെ തരത്തിലുള്ള റിട്ടേൺ ഉണ്ട് എന്നുള്ളതിനുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ ചാപ്റ്റർ 12 ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിട്ടേൺ ഈസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ്ഡ് ബൈ ദ ടാക്സ് പെയർ ടു ദ ടാക്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് containing the details in respect of nature of business or activities, the taxable turnover, tax payable, etc. for a given period. ഒരു ഗിവൺ പീരീഡിനുള്ളിൽ എത്രത്തോളം സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നടന്നിട്ടുണ്ട്, അതിൽ എത്രത്തോളമാണ് ടാക്സബിൾ ടേൺ ഓവർ എന്നും ആ ടേൺ ഓവറിന് എത്ര ടാക്സ് പേയബിൾ ഉണ്ട്, ആ ഡീറ്റെയിൽസും എന്ത് ബിസിനസ്സാണ് അവിടെ, എന്ത് ആക്ടിവിറ്റിയാണ് ആ ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ടാക്സ് അതോറിറ്റിക്ക്, ആരാണോ ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേണിൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കാം. Filing of return is an important step in determining the estimated tax collection by the government. ഇനി റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് എന്താണ്? എത്രത്തോളമാണ് ടാക്സ് കളക്ഷൻ, അതിനോട് റിലേറ്റഡ് ആയിട്ട് എത്രത്തോളം ടാക്സ് ലൈബിലിറ്റി ഉണ്ട്, അത് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ദ റിട്ടേൺ സെർവ്സ് ദ ഫോളോയിങ് പർപ്പസസ്. ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മൂലം എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നോക്കാം. Determination of tax liability of the taxpayer, mode of transfer of information to tax administration, compliance verification program of tax administration, providing necessary inputs for taking policy decision, management of audit and anti-evasion programs of tax administration. ഇത്രയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് എയിം ചെയ്യുന്നത്. അതായത് ടാക്സ് ലൈബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ടാക്സ് പെയർ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ നടത്തേണ്ടത്, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിൽ GSTയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇതിൻ്റെ ഒരു വെരിഫിക്കേഷനും കൂടി നടക്കുന്നുണ്ട്. ഒരു പോളിസി ഡിസിഷൻ, ഇൻപുട്ട് ടാക്സ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ബേസിസിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പോളിസി ഡിസിഷൻ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഓഡിറ്റ്, ആൻറ്റി ഇവേഷൻ പ്രോഗ്രാംസ്, ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ ആൻറ്റി ഇവേഷൻ പ്രോഗ്രാംസും കൂടിയും എന്തിൽ നമുക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, നമ്മളുടെ
റിട്ടേൺ ഫയലിംഗ് മൂലം ഉപകാരപ്രദമാകുന്നുണ്ട്. അണ്ടർ GST laws, the correct and timely filing of return is very important. ഇനി GST law പ്രകാരം കറക്റ്റായിട്ടുള്ള, അതായത് ഒമിഷനോ അതുപോലെ തന്നെ കമ്മീഷനോ ഇല്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള GST ലോ ഫോളോ ചെയ്യുന്ന ഒരു റിട്ടേൺ ആയിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതെപ്പോൾ ഫയൽ ചെയ്യണം? ടൈംലി ഫയലിംഗ്. എപ്പോഴാണോ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ലിമിറ്റ് പറയുന്നത് ആ ലിമിറ്റിനുള്ളിൽ തന്നെ ആര് അത് ഫയൽ ചെയ്തിരിക്കണം? ഒരു ടാക്സ് പെയർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള റിട്ടേൺ ആയിരിക്കണം. അതുപോലെ തന്നെ ടൈംലി ഫയലിംഗ് ആണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് GST ലോ പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കറക്റ്റായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ടൈം ലിമിറ്റിനുള്ളിൽ ഫയൽ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? എ ടാക്സ് പെയർ ഈസ് റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ഹിസ് ടാക്സ് ലയബിലിറ്റി ഓൺ സെൽഫ് അസസ്മെൻറ്റ് ബേസിസ് ആൻഡ് ഡെപ്പോസിറ്റ് ദ ടാക്സ് എമൗണ്ട് അലോങ് വിത്ത് ഓർ ബിഫോർ ഫയലിംഗ് ദ റിട്ടേൺ. ഒരു ടാക്സ് പെയർ എത്ര രൂപയാണോ അദ്ദേഹത്തിന് ടാക്സ് ലയബിലിറ്റി വരുന്നത് എന്നുള്ളത് സെൽഫ് അസസ്മെൻറ്റ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത് ആ ടാക്സ് എമൗണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഒപ്പമോ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. Filing of return not only determines the tax liability of the person filing the return, but it also has a bearing on the determination of tax liability of other persons with whom the former has entered into taxable activities. അപ്പോൾ ഫയലിംഗ് ഓഫ് റിട്ടേൺ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു ടാക്സ് പെയർക്ക് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യൽ മാത്രമല്ല, ആ ഫോമർ പേഴ്സണോട് ആരൊക്കെയാണോ റിലേറ്റഡ് ആയിരിക്കുന്നത്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ബെയറിംഗ് ഓൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് അതർ പേഴ്സൺസ്, മറ്റുള്ള പേഴ്സൺസിൻ്റെയും കൂടിയും ടാക്സ് ലയബിലിറ്റി ഇത് മൂലം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഫോമർ പേഴ്സണായിട്ട് ആരൊക്കെയാണോ റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സബിൾ ആക്ടിവിറ്റീസിൽ ആരൊക്കെയാണോ ഇൻക്ലൂഡഡ് ആകുന്നത് ആ പേഴ്സൺസിൻ്റെയും കൂടിയും ടാക്സ് ലയബിലിറ്റി ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് GST ആക്ട് പ്രകാരം കറക്റ്റായിട്ടുള്ളത് അതുപോലെ തന്നെ ടൈമിലി ആയിട്ടുള്ള ഫയലിംഗ് റിട്ടേൺ ചെയ്യണമെന്ന് പറയാനുള്ള രണ്ട് കാരണങ്ങൾ? ഒന്ന്, ടാക്സ് ലയബിലിൽ ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും എത്ര എമൗണ്ടാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് അത് കറക്റ്റ് ടൈമിൽ, അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ അതിന് മുൻപായിട്ടോ ടാക്സ് പേ ചെയ്യണം. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ബെനിഫിറ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ ഫോമർ പേഴ്സണായിട്ട് ആരൊക്കെയാണോ റിലേറ്റഡ് ആയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടാക്സബിൾ ആക്ടിവിറ്റീസിൽ വേറെ ആരൊക്കെയോ അതർ പേഴ്സൺസ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് GST ലോ പ്രകാരം ഫയൽ ചെയ്യണമെന്ന് പറയുന്നത്. Under GST Act, 3 types of returns shall be furnished for every tax period by a person engaged in the supply of goods or service or both. ഇനി ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ആ പേഴ്സൺസ് എന്ത് ചെയ്തിരിക്കണം? GST ആക്ട് പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എത്ര തരത്തിലുള്ള റിട്ടേൺ ഉണ്ട്? 3 തരത്തിലുള്ള റിട്ടേൺ ആണുള്ളത്. അത് ആരൊക്കെയാണോ ആ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസോ ആയിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്നത് അവർ എന്ത് ചെയ്തിരിക്കണം? ഈ 3 തരത്തിലുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യണം. ടാക്സ് പീരീഡ് മീൻസ് എ പീരീഡ് ഓഫ് എ കലണ്ടർ മന്ത് ഓർ ക്വാർട്ടർ ഓർ പാർട്ട് ദെയർ ഓഫ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് പീരീഡിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഫർണിഷ്ഡ് ഫോർ എവറി ടാക്സ് പീരീഡ് ബൈ എ പേഴ്സൺ. എല്ലാ പേഴ്സൺസും ആരൊക്കെയാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനോട് എൻഗേജ് ചെയ്തിരിക്കുന്നത് അവർ ടാക്സ് പീരീഡിനുള്ളിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ആ ടാക്സ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് പീരീഡ് മീൻസ് എ പീരീഡ് ഓഫ് കലണ്ടർ മന്ത് ഓർ ക്വാർട്ടർ ഓർ പാർട്ട് ദെയർ ഓഫ്. എന്നാണോ കലണ്ടർ മാസം വരുന്നത് അല്ലെങ്കിൽ ഏത് ക്വാർട്ടറിലാണോ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളത് ഏത് സമയത്താണോ വരുന്നത് ആ പീരീഡിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ടാക്സ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള റിട്ടേൺ എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം ഏതൊക്കെയാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 37, റിട്ടേൺ ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്. എന്തൊക്കെയാണോ ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം സെക്ഷൻ 37 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. റിട്ടേൺ ഫർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് സെക്ഷൻ 38.
ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈനെയാണ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. സെക്ഷൻ 38 പ്രകാരം ഇൻവേർഡ് സപ്ലൈസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഫയലിംഗ് ആണ് സെക്ഷൻ 38 പറയുന്നത്. Returns showing details of inward and outward supply, input tax credit availed, tax payable, tax paid and other particulars section 39. ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സെക്ഷൻ 39 ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം? ഇൻവേർഡ് സപ്ലൈയുടെയും ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം. എത്ര രൂപയാണോ ടാക്സ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എത്രയാണ് ടാക്സ് പെയ്ഡ്, കൊടുക്കാനുള്ളതും കൊടുത്തതുമായിട്ടുള്ള ടാക്സിൻ്റെ ഡീറ്റെയിൽസും ഏതിൽ പറഞ്ഞിരിക്കണം? സെക്ഷൻ 39 പറഞ്ഞിരിക്കണം. ഇനി ഈ 3 റിട്ടേണുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തേതായിട്ടുള്ള ഔട്ട്വേർഡ് സപ്ലൈ, സെക്ഷൻ 37 പ്രകാരമുള്ള ഔട്ട്വേർഡ് സപ്ലൈ നമുക്ക് ആദ്യം പഠിക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആണ്? സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് പറയുന്നത്. Outward supply means supply of goods or service or both, whether by sale, transfer, barter, exchange, license, rental, lease or disposal or any other mode made or agreed to be made by such a person in course or furtherance of the business. ബിസിനസ് കോഴ്സിൽ വരുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയിട്ടോ സെയിലോ ട്രാൻസ്ഫറോ ബാർട്ടറോ ലീസോ എനിവേ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്? ഒരു കോഴ്സ് ഓഫ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സെയിലായിട്ടോ ട്രാൻസ്ഫർ ആയിട്ടോ ബാർട്ടറായിട്ടോ ലൈസൻസ് ആയിട്ടോ ലീസായിട്ടോ റെൻ്റായിട്ടോ ഡിസ്പോസലായിട്ടോ എനി മോഡിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് പറയാം. Every registered person, including casual registered person except input service distributor, a non-resident taxable person, a person paying tax under composition scheme, a person deducting tax at source, a person collecting tax at source, that is the e-commerce operator, shall furnish electronically in form GSTR 1 the details of outward supplies of goods or service or both effected by him during a tax period on or before the 10th day of the month succeeding the said tax period. അപ്പോൾ നമ്മൾ നേരത്തെ ടാക്സ് പീരീഡ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടാക്സ് പീരീഡ് മീൻസ് എ പീരീഡ് ഓഫ് എ കലണ്ടർ മന്ത് ഓർ ദ ക്വാർട്ടർ ഓർ പാർട്ട് ദെയർ ഓഫ്. അപ്പോൾ അതിൽ ഓൺ ഓർ ബിഫോർ 10th day ഓഫ് ദ മന്ത്, മന്തിൻ്റെ 10 ദിവസത്തിന് മുമ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഔട്ട്വേർഡ് സപ്ലൈയുടെ റിട്ടേൺ സെക്ഷൻ 37 പ്രകാരം ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ആരൊക്കെയാണ് സെക്ഷൻ 37 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും അതൊരു കാഷ്വൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഇൻക്ലൂഡിങ് കാഷ്വൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതിൽ ആർക്കൊക്കെയാണ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത്? ഒരു ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആവുകയോ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആവുകയോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ കോമ്പോസിഷൻ സ്കീമിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുകയോ അല്ലെങ്കിൽ TDS എന്ന് പറയുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്. അല്ലാത്ത എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും, അത് കാഷ്വൽ രജിസ്റ്റേർഡ് പേഴ്സൺ അടക്കമുള്ളവർ എന്ത് ചെയ്തിരിക്കണം? ഷാൾ ഫർണിഷ് ഇലക്ട്രോണിക്കലായിട്ട് GSTR 1 എന്ന് പറയുന്ന ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക്കലായിട്ട് ഒരു ഔട്ട്വേർഡ് സപ്ലൈയുടെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എന്നാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്? ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ സപ്ലൈ ചെയ്തിട്ടുള്ള ടാക്സ് പീരീഡ് എന്ന് പറയുന്നതിന് ഓൺ ഓർ ബിഫോർ 10th day ഓഫ് ദ മന്ത്, മാസത്തിൻ്റെ 10 ദിവസത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ 10ാമത്തെ ദിവസമാണ് എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. സക്സീഡിങ് ദ സെറ്റ് ടാക്സ് പീരീഡ്, ടാക്സ് പീരീഡിൻ്റെ ആ മാസം എന്ന് പറയുന്നതിൻ്റെ ഓൺ ഓർ ബിഫോർ 10th day, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. 10 ദിവസത്തിന് മുമ്പായിട്ടാണ് ഇലക്ട്രോണിക്കലായിട്ട് GSTR 1 എന്ന് പറയുന്ന ഫോമിലാണ് എന്ത് ചെയ്യേണ്ടത്? ഔട്ട്വേർഡ് സപ്ലൈയുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ?
The details shall be automatically communicated through the common portal to the recipients of the supplies in Form GSTR 2A if the recipient is a normal registered person who has to claim input tax credit. Form GSTR 4A if the recipient is a registered under composition scheme. Form GSTR 6A if the recipient is an input service provider. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് GSTR 1 പറയുന്ന ഡീറ്റെയിൽസ് ഇവിടെ ഒന്നും കൂടി പറയാണ്. ദ ഡീറ്റെയിൽസ് ഷാൽ ബി ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GSTR 1 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലായിട്ടാണ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഏത് പോർട്ടലിലാണ്? ഒരു കോമൺ പോർട്ടൽ, GSTയുടെ ഒരു കോമൺ പോർട്ടലിലാണ് ടു ദ റെസിപ്പിയൻസ് ഓഫ് ദ സപ്ലൈസ്. ആ റെസിപ്പിയൻറ്റിനെ എങ്ങനെയാണോ സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫോം GSTR 2A ആണ്. ഇനി റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയൻ്റ് ആണെങ്കിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫോം ഏതാണ്? GSTR 4A ആണ്. ഇനി റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ GSTR 6A ആണ്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സപ്ലയർ GSTR 1 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ കാറ്റഗറിയിൽ പറയുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഫോം GSTR 2Aയിലും, രജിസ്റ്റേർഡ് പേഴ്സൺ കോമ്പോസിഷൻ സ്കീമിലാണ് റെസിപ്പിയൻ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ GSTR 4Aയും, റെസിപ്പിയൻ്റ് ഒരു ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ GSTR 6A എന്ന് പറയുന്ന ഫോമിലാണ് എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഫർണിഷ്ഡ് ഇൻ ഫോം GSTR 1 ഷാൽ ഇൻക്ലൂഡ്. ഇനി എന്തൊക്കെ കണ്ടൻ്റ് ആണ് GSTR 1Aയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് വേണം. ആ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് of all interstate and intrastate supplies made to the registered person and interstate supplies with the invoice value more than 2,50,000 made to the unregistered person. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈയും അതുപോലെ തന്നെ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെയും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത്. അത് ഇൻഡർസ്റ്റേറ്റ് ആണെങ്കിലും ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിലും ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഒരു ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആണ്, അതൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ 2,50,000 രൂപയേക്കാൾ മേലെയുള്ള വാല്യൂ ഉള്ള ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സും ഏതിൽ കാണിച്ചിരിക്കണം? ഔട്ട്വേർഡ് സപ്ലൈയിൽ കാണിച്ചിരിക്കണം. ഇനി കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ഈച്ച് റേറ്റ് ഓഫ് ടാക്സ് ആൻഡ് സ്റ്റേറ്റ് വൈസ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് വിത്ത് ഇൻവോയ്സ് വാല്യൂ അപ് ടു 2,50,000 മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ഈച്ച് റേറ്റ് ഓഫ് ടാക്സ്. ഇവിടെ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസിൽ അൺരജിസ്റ്റേർഡ് പേഴ്സണ് സപ്ലൈ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അത് ഈച്ച് റേറ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇൻട്രാസ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇനി സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇൻഡർസ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള സപ്ലൈയുടെ ഡീറ്റെയിൽസ് വേണം. ദാറ്റ് ഈസ് ദ ഇൻവോയ്സ് വാല്യൂ അപ് ടു ₹2,50,000. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ 2,50,000 രൂപ വരെയുള്ളത് റേറ്റ് വൈസ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ട് വേണം, അതുപോലെ തന്നെ റേറ്റ് വൈസ് ആയിട്ട് 2,50,000 രൂപ വരെയുള്ള ഇൻഡർസ്റ്റേറ്റ് സപ്ലൈയെ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റേറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. ഇനി ഇൻട്രാസ്റ്റേറ്റ് അല്ല ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. അതുപോലെ തന്നെ ഇൻവോയ്സ് വാല്യൂ അപ് ടു ₹2,50,000 അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റേറ്റ് വൈസ് ആയിട്ട് തന്നെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. Debit and credit notes, if any, issued during the
month of or invoice issued previously. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മാസത്തിൽ ഡ്യൂറിങ് ദ മന്ത് ഫോർ ഇൻവോയ്സസ് ഇഷ്യൂഡ്, ഏത് മാസത്തെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആണോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കുന്നത്, ആ മാസത്തെ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഉണ്ടെങ്കിൽ അതും കൂടി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ GSTR1 എന്ന് പറയുന്നതിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയും ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻവോയ്സ് വാല്യൂ 2,50,000 രൂപയേക്കാൾ കൂടുതലായിട്ട് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസിൽ കാണിക്കേണ്ടതാണ്. ഇനി കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റേറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും, ഇനി ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ട് 2,50,000 രൂപ വരെയുള്ളതിന് അൺരജിസ്റ്റേർഡ് പേഴ്സണ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ആണ് കൊടുക്കേണ്ടത്. ഇനി ഈ ഇൻവോയ്സ് പീരീഡിൽ ഏത് ഇൻവോയ്സ് പീരീഡാണോ ഏത് മാസത്തെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആണോ ഫർണിഷ് ചെയ്യുന്നത് ആ മന്തിൽ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും കൂടിയും GSTR1 എന്ന് പറയുന്നതിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെക്ഷൻ 37 എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 37 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സപ്ലൈനോട് റിലേറ്റഡ് ആണ്. ഔട്ട്സൈഡ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു ബിസിനസ് കോഴ്സിൻ്റെ പീരീഡിലോ അല്ലെങ്കിൽ ഫർദറൻസ് ഓഫ് കോഴ്സിലോ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം. ആ കൊടുക്കുന്നത് സെയിലോ ട്രാൻസ്ഫറോ ബാർട്ടറോ റെൻ്റലോ ഡിസ്പോസലോ ആണെങ്കിൽ എനി മോഡാണെങ്കിലും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്? ഔട്ട്സൈഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും കാഷ്വൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ കൂടി എന്ത് ചെയ്യേണ്ടതാണ്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അവിടെ എക്സംഷൻ പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ട് ടാക്സ് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണോ TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണോ അതല്ലെങ്കിൽ ഒരു ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ഒഴിച്ച് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്നാണോ ടാക്സ് പീരീഡ് വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഏത് ഫോം പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? GSTR1 പ്രകാരം ഇലക്ട്രോണിക്കലായിട്ടാണ് ഒരു GSTയുടെ കോമൺ പോർട്ടലിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആവുകയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ GSTR2യും ഇനി സ്കീമിൽ വന്നിട്ടുള്ള അതായത് കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയൻ്റ് ആണെങ്കിൽ GSTR4യും ഇനി ഇൻപുട്ട് സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ GSTR6യുമാണ് ഒരു റെസിപ്പിയൻ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. GSTRൽ എന്തൊക്കെയാണ് 1 പ്രകാരം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസും കൺസോളിഡേറ്റഡ് വൈസ് ഡീറ്റെയിൽസും ഇനി ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് സെക്ഷനാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 38 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻവേർഡ് സപ്ലൈ ആണ്. ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പർച്ചേസ് ഡീറ്റെയിൽസ് ആണ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ഫർണിഷിംഗ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ദ ഇൻവേർഡ് സപ്ലൈസ് എന്ന് പറയുന്നതിൻ്റെ പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 38 പറയുന്നത്. ഇൻവേർഡ് സപ്ലൈ ഇൻ റിലേഷൻ ടു എ പേഴ്സൺ മീൻസ് റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് or both, whether by purchase, acquisition or any other means, with or without consideration. കൺസിഡറേഷനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കൺസിഡറേഷനോ ഇല്ലാതെയോ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത് ഏതൊരു പേഴ്സൺ ആണെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ചെയ്തത് ഒരു പർച്ചേസ് റിലേറ്റഡോ അല്ലെങ്കിൽ ഒരു എക്വിസിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനി അതർ റീസൺ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇൻവേർഡ് സപ്ലൈ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മീനിങ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. അപ്പോൾ എന്താണ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്? ഒരു പേഴ്സൺ ഗുഡ്സോ സർവീസോ എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുകയും അല്ലെങ്കിൽ എക്വിസിഷനോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് വിത്തൗട്ട് കൺസിഡറേഷനിൽ അത് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഗുഡ്സ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇൻവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേർഡ് ഗുഡ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻവേർഡ് സപ്ലൈയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 38 പ്രകാരമുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്.
The details of inward supplies of both goods or service and credit and debit notes received are required to be furnished by every registered person. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് ചെയ്തിരിക്കണം, ഇൻവേർഡ് സപ്ലൈയോട് റിലേറ്റഡ് ആയിട്ട് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഇൻവേർഡ് സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അവിടെ എക്സംഷൻ വരുന്നത് ഏതൊക്കെയാണ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീമിലോ പേഴ്സൺ ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് person relating to collection of tax at source under section 52, that is e-commerce operator. അപ്പോൾ ഇവിടെ വരുന്നത് ആർക്കൊക്കെയാണ് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, ഇൻവേർഡ് സപ്ലൈയിൽ എക്സംഷൻ കൊടുത്തിട്ടുള്ളത് ഒരു ISD, ദാറ്റ് ഈസ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ നോൺ ടാക്സബിൾ ആയിട്ടുള്ള നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സണോ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സണോ TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ, അതായത് അണ്ടർ സെക്ഷൻ 52 പ്രകാരം എ പേഴ്സൺ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് ടാക്സ്, ഒരു ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് ചെയ്തിരിക്കണം, ഇൻവേർഡ് സപ്ലൈയുടെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ആർ റിക്വയർഡ് ടു ബി ഫർണിഷ്ഡ് ഇൻ ഫോം GSTR 2 ഇലക്ട്രോണിക്കലി. ഇവിടെ GSTR എന്ന് പറയുന്നത് 2 ആണ് എന്തിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ള ഫോം ഇൻവേർഡ് സപ്ലൈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് GSTR 2 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ ആയപ്പോൾ ഏത് ഫോമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, GSTR 1 ആയിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഏത് ഫോമാണ് ഉപയോഗിക്കുന്നത്, GSTR 2 ആണ് അപ്ലൈ ചെയ്യുന്നത്. Such details can be furnished through the common portal either directly or from a notified facilitation center. നമുക്ക് കോമൺ പോർട്ടലിൽ ഡയറക്റ്റായിട്ട് പോയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, GSTR 2 എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു നോട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ടും GSTR 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. GSTR 2 for a particular month shall be filed after the 10th day but on or before the 15th day of immediately succeeding month. ടാക്സ് പീരീഡ് മന്ത് എന്നാണോ വരുന്നത് അതിൽ നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് 10 ദിവസത്തിന് ശേഷം അത് 15 ദിവസത്തിന് മുമ്പായിട്ടുള്ള ഒരു ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, GSTR 2 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, മന്ത് ഷാൽ ബി ഫയൽഡ് ആഫ്റ്റർ ദി 10th ഡേ, 10 ദിവസത്തിന് ശേഷം, ബട്ട് ഓൺ ഓർ ബിഫോർ 15th ഡേ, 15 ദിവസത്തിന് മുമ്പായിട്ട്, അതേസമയം 10 ദിവസത്തിന് ശേഷം, അതായത് 10 തുടങ്ങി 15 ദിവസത്തിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, GSTR 2 എന്ന് പറയുന്നത് ഫയൽ ചെയ്യേണ്ടത്. The details of inward supplies furnished include എന്തൊക്കെയാണ് GSTR 2 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് ഇൻവേർഡ് സപ്ലൈസ് ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. ഇൻട്രാസ്റ്റേറ്റ് ആയിക്കോട്ടെ ഇൻ്റർസ്റ്റേറ്റ് ആയിക്കോട്ടെ, സപ്ലൈ എന്ന് പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസിൽ അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും, അതായത് റിസീവ്ഡ് ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഇൻവേർഡ് സപ്ലൈസ് ടാക്സബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ റിവേഴ്സ് ചാർജ് ബേസിസിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്ലൈസ് റിസീവ്ഡ് ഫ്രം ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നോ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇൻ്റർസ്റ്റേറ്റ് ആയിക്കോട്ടെ ഇൻട്രാസ്റ്റേറ്റ് ആയിക്കോട്ടെ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സപ്ലൈസ് ടാക്സബിൾ ആണെങ്കിൽ റിവേഴ്സ് ചാർജ് ബേസിസിലാണെങ്കിൽ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് മെയ്ഡ് and debit and credit notes if any received by the registered person from suppliers in respect of the above supply. ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അത് സർവീസ് ആണെങ്കിലും ഗുഡ്സ് ആണെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്.
ഇനി നമ്മൾ പറയുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് ഇഫ് എനി റിസീവ്ഡ് ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഫ്രം ദ സപ്ലയേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബവ് സപ്ലൈ. നമ്മൾ നേരത്തെ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുള്ള സപ്ലൈസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സപ്ലയർ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ള സപ്ലയർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കേണ്ടതാണ്. There is a note, returns filed under section 37 and 38 are not returns in true sense. GSTയുടെ ട്രൂ സെൻസിൽ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 37 പറയുന്നത് സെക്ഷൻ 38 പറയുന്നതും ആക്ച്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ അല്ല. These are the details of the output supplies and input supplies. സെക്ഷൻ 37 പറയുന്നത് സെക്ഷൻ 38 പറയുന്നതും ഇൻവേർഡ് സപ്ലൈയുടെയും ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഓൺലി ദ ഡീറ്റെയിൽസ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ജി എസ് ടിനെ ഇൻഫോം ചെയ്യേണ്ടത്, ഫർണിഷ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു സമ്മറിയാണ് സെക്ഷൻ 37 സെക്ഷൻ 38 വരുന്ന റിട്ടേൺസ്. അപ്പോൾ ജി എസ് ടി ആക്ട് പ്രകാരം നമ്മൾ സെക്ഷൻ 37 പറയുന്നതും സെക്ഷൻ 38 പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റില്ല? ട്രൂ സെൻസിൽ അത് റിട്ടേൺ ആയിട്ട് പറയാൻ പറ്റില്ല. എന്തായിട്ട് പറയാനേ പറ്റുള്ളൂ? ഇൻവേർഡ് സപ്ലൈയുടെയും അതുപോലെ തന്നെ ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഡീറ്റെയിൽസ് ആയിട്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ സെക്ഷൻ 37 സെക്ഷൻ 38 എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. റിട്ടേൺസ് അണ്ടർ ജി എസ് ടി ലോ ആണ്. എന്താണ് ജി എസ് ടി ലോ പ്രകാരമുള്ള റിട്ടേൺസിൽ നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഓർ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഓർ എ പേഴ്സൺ പേയിങ് tax under section 10, that is the composition scheme, or section 51 in case of TDS, or section 52 in case of tax collection scheme, shall for every calendar month or part thereof furnish in form GSTR 3 and within the prescribed time a return electronically of inward and outward supply of goods or service or both, input tax credit availed, tax payable, tax paid and such other particulars as may be prescribed. അപ്പോൾ ജി എസ് ടി ലോ പ്രകാരമുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 39 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 37 എന്ന് പറയുന്നതും 38 എന്ന് പറയുന്നതും ട്രൂ സെൻസിൽ എന്തല്ല, റിട്ടേൺ അല്ല. അപ്പോൾ ആക്ച്വലായിട്ട് സെക്ഷൻ 39 പറയുന്നതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിട്ടേൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ എവറി രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അവിടെ എക്സെംഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാറ്റഗറിയിലുള്ളത് ഏതൊക്കെയാണ്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ, ടാക്സ് കോമ്പോസിഷൻ സ്കീം അണ്ടർ സെക്ഷൻ 10 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആവുകയോ, സെക്ഷൻ 51 പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്യുന്ന പേഴ്സണോ, സെക്ഷൻ 52 പ്രകാരം ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു പേഴ്സണോ ആണെങ്കിൽ എക്സെംഷനാണ്. അല്ലാത്ത എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് ചെയ്തിരിക്കണം, ടാക്സ് നിർബന്ധമായിട്ട് ജി എസ് ടി ലോ പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഫോം ഏതാണ്? GSTR 3 എന്ന് പറയുന്ന ഫോമാണ് ഫർണിഷ് ചെയ്യേണ്ടത്. ആ ഫർണിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഫർണിഷ് ചെയ്യേണ്ടത്? ഇൻവേർഡ് സപ്ലൈയുടെയും ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എല്ലാ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രത്തോളം അവൈൽ ചെയ്തിട്ടുണ്ട് അത് വേണം, എത്ര ടാക്സ് ആണ് കൊടുക്കാനുള്ളത്, അതിൽ എത്ര ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ആദ്യമായിട്ട് GSTR 3 കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? A registered person paying tax under composition scheme shall for each quarter or part thereof furnish in form GSTR 4 in the prescribed manner. ഇനി കോമ്പോസിഷൻ സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 10 പ്രകാരം കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ GSTR 4 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞത് GSTR 3 പ്രകാരം പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ. അവിടെ നമ്മൾ സെക്ഷൻ 10 പ്രകാരം കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ എക്സെംഷനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ?
അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് സെക്ഷൻ 10 പ്രകാരം കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ GSTR 4 പ്രകാരം എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഫോർ ഈച്ച് ക്വാർട്ടർ ഓർ പാർട്ട് ദെയർ ഓഫ്, ഓരോ ക്വാർട്ടറിലും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗികമായിട്ടുള്ള റിട്ടേൺ എങ്കിലും ഫയൽ ചെയ്തിരിക്കണം. എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? റിട്ടേൺ ഇലക്ട്രോണിക്കലായിട്ടാണ് GSTR 4 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ടേൺ ഓവർ ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള എല്ലാ ടേൺ ഓവറും ഫർണിഷ് ചെയ്തിരിക്കണം. അത് ഇൻവേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ, ഗുഡ്സും സർവീസും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്തിരിക്കണം. ടാക്സ് പേയബിൾ ആൻഡ് ടാക്സ് പെയ്ഡ് വിത്തിൻ 18 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിൻ്റെയും അവസാനിച്ചിട്ട് 18 ദിവസത്തിനുള്ളിൽ എത്ര ടാക്സ് കൊടുക്കാനുണ്ട്, എത്ര ടാക്സ് കൊടുത്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്തിരിക്കണം. അപ്പോൾ GSTR 4 പ്രകാരം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഫർണിഷ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞത് എന്താണ്? GSTR 4 എന്ന് പറയുന്നത് ഫോം ഫർണിഷ് ചെയ്യേണ്ടത് ആരാണ്? സെക്ഷൻ 10 പ്രകാരം കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ ആണ് GSTR 4 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എല്ലാ ടേൺ ഓവറും, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിൽ എത്ര ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻവേർഡ് സപ്ലൈസിൻ്റെയും ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം എത്ര ടാക്സ് കൊടുക്കാനുണ്ട്, എത്ര ടാക്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്നാണ് അത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഓരോ ക്വാർട്ടറിൻ്റെയും 18 ദിവസത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വിത്തിൻ 18 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓരോ ക്വാർട്ടറും അവസാനിച്ചിട്ട് 18 ദിവസത്തിനുള്ളിലാണ് GSTR 4 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. Every registered person, non-resident taxable person, shall for every calendar month or part thereof furnish a return in form GSTR 5 electronically within 20 days after the end of the calendar month or within 7 days after the last day of the period of registration specified under section 27 subsection 1 whichever is earlier. ഇവിടെ എന്താണ് പറയുന്നത്? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ആദ്യം നമ്മൾ എക്സംഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് GSTR 3 എന്ന് പറയുന്നതിലുള്ളൊരു എക്സംഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ടാക്സബിൾ പേഴ്സൺ ഒരു നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഏത് ഫോമിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഫോം GSTR 5 ഇലക്ട്രോണിക്കലായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എവറി കലണ്ടർ മന്ത്, എല്ലാ കലണ്ടർ മാസത്തിലും 12 കലണ്ടർ മാസമാണുള്ളത്. എല്ലാ കലണ്ടർ മാസം അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫ് ആയിട്ട് എന്ത് ചെയ്യണം? GSTR 5 ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. ഇനി എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? വിത്തിൻ 20 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദി കലണ്ടർ മന്ത്. ഓരോ കലണ്ടർ മാസത്തിലും 20 daysനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു കലണ്ടർ മാസം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജനുവരി 31 അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 20 GSTR 5 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വിത്തിൻ 7 days ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേ ഓഫ് ദി പീരീഡ്. ടാക്സ് പീരീഡ് എന്നാണോ അതിന് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. വിത്തിൻ 7 days ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ടാക്സ് പീരീഡ്. എന്നാണോ ടാക്സ് പീരീഡ് അവസാനിച്ചിട്ടുള്ളത് അതിനുശേഷം 7 ദിവസത്തിനുള്ളിലായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എല്ലാ സ്റ്റുഡൻസും അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. വിത്തിൻ 20 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദി കലണ്ടർ മന്ത് ഓർ വിത്തിൻ 7 days ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പീരീഡ് of registration specified under section 27 subsection 1 whichever is earlier. ഇതിൽ ഏത് ദിവസമാണോ സെക്ഷൻ 27 സബ്സെക്ഷൻ 1 പ്രകാരം ആദ്യം വരുന്നത് ആ ദിവസമാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ തേർഡ് കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സ് പേഴ്സൺ എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? GSTR 5 പ്രകാരം ഇലക്ട്രോണിക്കലായിട്ടുള്ള റിട്ടേൺ ഫയലിംഗ് ആണ്. അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം പീരീഡും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Next one, every input service distributor shall furnish electronically the return in form GSTR 6 containing the details of the invoices on which credit has been received and those issued under section 20
through the common portal within 13 days after the end of each month. ഒരു ഇൻപുട്ടഡ് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ISD പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് ഏത് ഫോം പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? GSTR 6 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അവിടെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എല്ലാതും കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇഷ്യൂ ചെയ്തിരിക്കണം. കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഇൻവോയ്സസ് ഓൺ വിച്ച് ക്രെഡിറ്റ് ഹാസ് ബീൻ റിസീവ്ഡ്. എത്രത്തോളം ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ ഫർണിഷ് ചെയ്തുകൊണ്ട് അണ്ടർ സെക്ഷൻ 20 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതും ഒരു കോമൺ പോർട്ടലിൽ എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? വിത്തിൻ 13 ഡേയ്സ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസം അവസാനിച്ചിട്ട് 13 ദിവസത്തിനുള്ളിലായിട്ട് GSTR 6 എന്ന് പറയുന്നത് ഒരു ISD ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്റ്റ് TDS under section 51 shall furnish a return in form GSTR 7 electronically for the month in which such deduction shall have been made within 10 days after the end of each month. ഇനി സെക്ഷൻ 51 പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഏത് ഫോമാണ് ഫയൽ ചെയ്യേണ്ടത്? ഫോം GSTR 7 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലായിട്ട് ഫയൽ ചെയ്യണം. എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? ഫോർ ദ മന്ത് ഇൻ വിച്ച് സച്ച് ഡിഡക്ഷൻ ഹാവ് ബീൻ മെയ്ഡ്. ഏത് മാസമാണോ ആ TDS എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്തത്, വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് സച്ച് മന്ത്. ആ മാസം അവസാനിച്ചിട്ട് 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? GSTR 7 എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. The due date of filing the return mentioned above may be extended by the commissioner for a class of taxable person by way of notification. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ഡേറ്റുകൾ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഒരു കമ്മീഷണർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ റിട്ടേൺ അണ്ടർ സെക്ഷൻ GST ലോ പ്രകാരം എല്ലാ കാറ്റഗറിയിലുള്ള ടാക്സബിൾ പേഴ്സൺ ഏത് പ്രകാരമാണ് എന്നാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ GSTR 3 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 5 കാറ്റഗറിയും ഒഴിവാക്കണം. ഏതൊക്കെയാണ്? ISD, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ, ഒരു കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ, സെക്ഷൻ 51 പ്രകാരവും സെക്ഷൻ 52 പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്യുകയോ ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ്. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ടാക്സബിൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് GSTR 3 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടാമത് പറഞ്ഞത് സെക്ഷൻ 10 പ്രകാരം ഒരു കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ GSTR 4 എന്നിലാണ് ഇലക്ട്രോണിക്കലായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് GSTR 5 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ISD ആണെങ്കിൽ അത് ഇലക്ട്രോണിക്കലായിട്ട് GSTR 6 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഒരു സെക്ഷൻ 51 പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം GSTR 7 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓരോ കാറ്റഗറിയിലും എന്നാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസും അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അണ്ടർ സെക്ഷൻ 39 സബ്സെക്ഷൻ 7. നമ്മൾ 5 കാറ്റഗറിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സ് പീരീഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കമ്മീഷണർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 39 സബ്സെക്ഷൻ 7 പ്രകാരം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, ഒരു ടാക്സ് പേ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഡ്യൂ ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേഴ്സൺസ് റിക്വയർഡ് ടു ഫയൽ GSTR 3, 4, 5 ആർ ലിങ്ക്ഡ് വിത്ത് ദ ഡ്യൂ ഡേറ്റ്സ് ഫോർ ഫയലിംഗ് സച്ച് റിട്ടേൺ. ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് സച്ച് റിട്ടേൺ ആർ ഓൾസോ ദ ഡ്യൂ ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പേഴ്സൺസ് റിക്വയർഡ് ടു ഫയൽ സച്ച് റിട്ടേൺസ്. GSTR 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏത് ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഡേറ്റ് തന്നെയാണ് ഡ്യൂ ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ GSTR 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും ഡ്യൂ ഡേറ്റ് എന്തിനോട് ലിങ്ക് ചെയ്തിരിക്കുന്നു? ലിങ്ക്ഡ് വിത്ത് ദ ഡേറ്റ്സ് ഫോർ ഫയലിംഗ് സച്ച് റിട്ടേൺ. നമ്മൾ നേരത്തെ ലാസ്റ്റ് ഡേറ്റ് ഫയൽ ചെയ്യാനായിട്ട് ഏത് ഡേറ്റ് ആണോ കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റ് തന്നെയാണ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഡ്യൂ ഡേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്.
The last date of filing such return are also the due dates for payment of tax in respect of such persons required to file such returns. എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ ലാസ്റ്റ് ഡേറ്റ് തന്നെയാണ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് കൊടുക്കാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? Rectification of omission in correct particulars in the return furnished section 39 subsection 9. ഇനി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഒമിഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസോ ഫർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള സെക്ഷനാണ് സെക്ഷൻ 39 സബ്സെക്ഷൻ 9 എന്ന് പറയുന്നത്. If any registered person after furnishing a return discovers any omission or incorrect particulars therein other than as a result of scrutiny, audit, inspection or enforcement activity by the tax authorities, he shall rectify such omission or incorrect particulars in the return to be furnished for the month or quarter during which such omission or incorrect particulars are noticed, subject to payment of interest under the Act. ഇനി ഏതെങ്കിലും ഒരു ഓഡിറ്റോ അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനിയോ ഒരു ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റിയിൽ നേരത്തെ ഫർണിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് അതിന് ഇൻട്രസ്റ്റ് അടക്കമുള്ള ടാക്സ് അടയ്ക്കേണ്ടതാണ് എന്നാണ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ 39(9) പ്രകാരം റെക്ടിഫൈഡ് ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഫോർ ദ മന്ത് ഓർ ക്വാർട്ടർ ഡ്യൂറിങ് വിച്ച് സച്ച് ഒമിഷൻ ഓർ ഇൻകറക്റ്റ് പർട്ടിക്കുലേഴ്സ് ആർ നോട്ടീസ്ഡ്. എന്നാണോ ആ ഇൻകറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യപ്പെട്ട ഒരു ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടത് അത് ഏത് മാസമാണോ ഇല്ലെങ്കിൽ ഏത് ക്വാർട്ടറാണോ അതിൻ്റെ എൻഡിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും കൂടിയും GST ആക്ട് പ്രകാരം എത്രയാണോ അതിന് പെനാൽറ്റി വരുന്നത് ആ പെനാൽറ്റി എമൗണ്ടും കൂടിയും അടയ്ക്കേണ്ടതാണ്. A registered person shall not allowed to furnish a return for a tax period if the return for any of the previous periods has not been furnished by him. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ആ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ബി അലൗഡ് ടു ഫർണിഷ് എ റിട്ടേൺ ഫോർ എ ടാക്സ് പീരീഡ്. ടാക്സ് പീരീഡിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ റിട്ടേൺ ഫോർ എനി ഓഫ് ദ പ്രീവിയസ് പീരീഡ് ഹാസ് നോട്ട് ബീൻ ഫർണിഷ്ഡ് ബൈ ഹിം. മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലാത്തൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ ടാക്സ് പീരീഡിനുള്ളിൽ അദ്ദേഹത്തിന് മുമ്പത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ആ ടാക്സ് പീരീഡിനുള്ളിൽ ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മുൻപുള്ള ടാക്സ് പീരീഡിനുള്ളിലുള്ള എല്ലാ റിട്ടേണും ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ആ പർട്ടിക്കുലർ പീരീഡിലുള്ള ടാക്സും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഭാഗമാണ് റിട്ടേണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റിട്ടേൺ എന്ന് പറയുന്നതിനെ കുറിച്ചും ഫയലിംഗ് ഓഫ് റിട്ടേണിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ് 3 ടൈപ്പ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് സപ്ലൈഡ് റിട്ടേൺ സെക്ഷൻ 37ഉം ഇൻവേർഡ് സപ്ലൈഡ് സെക്ഷൻ 38ഉം ജനറൽ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് സെക്ഷൻ 39 ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് റിട്ടേൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ആർക്കൊക്കെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതും ഏതൊക്കെ ഫോമാണ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നതും അതിൽ റെക്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നുള്ള സെക്ഷൻ 39 സബ്സെക്ഷൻ 7ഉം സെക്ഷൻ 39 സബ്സെക്ഷൻ 9ഉം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തിയറി എല്ലാവരും വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.